ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് മട്ടൺ സ്റ്റൂ ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ മട്ടൺ ചെറു പീസാക്കിയത്, 3 ക്യാരറ്റ് ചെറു പീസാക്കിയത്, 4 ഉരുളക്കിഴങ്ങ് ചെറു പീസാക്കിയത്. പിന്നീട് ആവശ്യമുള്ളത് 4 വലിയ സവാള ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 8 പച്ചമുളക് 2ആയിട്ട് കീറിയത്, 1 നുള്ള് ഏലക്കാപ്പൊടി. പിന്നീട് ഇതിനാവശ്യമുള്ളത് 2 കപ്പ് 1-ാം പാൽ, 3 കപ്പ് 2-ാം പാൽ. അതിനൊപ്പം 1 ടീസ്പൂൺ കടുകും 1 തണ്ട് കരിയാപ്പിലയും ആവശ്യമാണ്. ആദ്യമായി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചീനച്ചട്ടി ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് ഇടുക. പിന്നീട് കരിവേപ്പില ഇടുക. ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ഇടുക. ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പിന്നാലെ പച്ചമുളകും സവാളയും ഇട്ട് വഴറ്റുക. രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടനും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇടുക. രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് വേവിക്കുക. ഈ 2-ാം പാലിൽ കിടന്ന് ഒരു 15 മിനിറ്റ് നേരം വേവട്ടെ. തിളച്ചതിന് ശേഷം പാകത്തിന് ഉപ്പിട്ടിളക്കുക. നമ്മുടെ മട്ടൺ വെന്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കുക. അതിൻ്റെ പിന്നാലെ കുരുമുളക് പൊടിയും ഏലക്കാപ്പൊടിയും ഇടുക. ഒരു 2 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചാൽ മതി. ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.